ഹായ് ഹലോ വെൽക്കം ടു ത്രെഡ് നീഡിൽ. അപ്പോൾ ഇന്ന് ഈ പിക്ചറിൽ കാണുന്ന ഷോൾഡർ ടു വേസ്റ്റ് ഡാർട്ട് കുർത്തിയുടെ കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. കട്ടിങ് ചെയ്യാനായിട്ട് നമ്മളിത് ഡയറക്റ്റ് തുണിയിൽ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ചാർട്ട് പേപ്പറിനകത്താണ് ആദ്യം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടിങ് ചെയ്യാനായിട്ട് ആദ്യം ഒരു 15 ഇഞ്ച് ലെങ്ത്തിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്താണ് നോക്കുന്നത്. 14 15 അത്രയും മതിയാവും. ബാക്കി നമ്മൾ തുണിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ 15 ഇഞ്ച് ലെങ്ത്താണ് ഞാനിവിടെ ചാർട്ട് പേപ്പറിൽ വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഫുൾ ഷോൾഡർ, നിങ്ങളുടെ ഫുൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി, എനിക്കിവിടെ ഫുൾ ഷോൾഡർ 15 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 7.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോർമൽ നെക്ക് വരുന്ന ഒരു കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള പാറ്റേൺ ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് കോളർ നെക്ക് വെക്കണമെങ്കിൽ ഷോൾഡർ കുറച്ചുകൂടെ കൂടുതൽ 1 ഇഞ്ചും കൂടെ കൂടുതലിട്ട് അതിനെ പകുതിയാക്കി മാർക്ക് ചെയ്യണം. നെക്ക് വിട്ട് ഞാനിവിടെ 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോള്, നിങ്ങളുടെ ബോഡിയിൽ നിന്ന് എത്രയാണോ ആം ഹോള് മെഷർമെൻറ്റ് എടുത്തത് അതിന് ലൈനിങ് ഉള്ള കുർത്തിയാണ് തയ്ക്കുന്നതെങ്കിൽ 1.5 ഇഞ്ച് ലൂസിങ് കൊടുക്കണം. ലൈനിങ് ഇല്ലാത്ത കുർത്തിയാണെങ്കിൽ 1 ഇഞ്ച് ലൂസിങ് കൊടുക്കാം. അപ്പോൾ അത്ര ലൂസിങ് കൊടുത്ത് അതിൻ്റെ പകുതി എടുത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ചെസ്റ്റും അതുപോലെ നമ്മൾ ഷോൾഡർ ടു വേസ്റ്റ് ടക്സ് ഇടുന്നതായതുകൊണ്ട് ചെസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ ലൂസിങ്ങിൻ്റെ കൂടെ സാധാരണ നമ്മൾ 1/2 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് വരെയാണ് ലൂസിങ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ടക്സ് കൊടുക്കാനുള്ളത് കൊണ്ട് 1 ഇഞ്ച് വരെ ലൂസിങ് കൊടുത്താലും നല്ലതായിരിക്കും. കാരണം കുറഞ്ഞു പോകത്തില്ല ജോയിൻ ചെയ്തെടുക്കുമ്പം. ലൂസിങ് ഇട്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോള് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ആം ഹോള് മാർക്ക് ചെയ്തിട്ട് ഒന്ന് അളന്ന് നോക്കുക, നിങ്ങൾക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ എനിക്കിവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ 7 ഇഞ്ചാണ് 6.5 ഇഞ്ചാണ് ആദ്യം ഞാൻ താഴോട്ട് കൊടുത്തത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാനൊന്ന് 7 ഇഞ്ചാക്കി. എന്നിട്ട് ഒന്നുകൂടെ ഞാൻ ആം ഹോളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. വരച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടെ അളന്ന് നോക്കുക. കറക്റ്റ് അളന്ന് നോക്കി ആം ഹോള് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ വ്യത്യാസം ടൈറ്റ് ആവാനും ലൂസ് ആവാനും ഒക്കെ ചാൻസ് ഉണ്ട്. ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അത് വരാതിരിക്കാൻ കറക്റ്റായിട്ടൊന്ന് അളന്ന് നോക്കണം. അതിനുശേഷം നമുക്കിവിടെ വേസ്റ്റ് മാർക്ക് ചെയ്യണം. വേസ്റ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 ഇഞ്ച് ലൂസിങ് വരെ കൊടുക്കുക. അതായത് 4 ഭാഗിച്ചതിന് ശേഷം 1 ഇഞ്ച്. ഇപ്പോൾ 30 ഇഞ്ചാണ് നിങ്ങളുടെ വേസ്റ്റ് എന്നുണ്ടെങ്കിൽ 7.5 ആയിരിക്കുമല്ലോ 4 ഭാഗിക്കുമ്പോൾ കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് 8.5 വേണമെങ്കിൽ നിങ്ങൾക്ക് ലൂസിങ് ആയിട്ട് കൊടുത്ത് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ടക്സ് മാർക്ക് ചെയ്യാനായിട്ട് ചെസ്റ്റ് പോയിൻറ്റ്, നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഷോൾഡറിൽ നിന്ന് നിങ്ങളുടെ ബ്രസ്റ്റ് പോയിൻറ്റ് എവിടെയാണോ വരുന്നത് അവിടം വരെയുള്ള അളവെടുക്കുക. തയ്യൽ തുമ്പം കൂട്ടിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതുപോലെ ബ്രസ്റ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ്, ആ ഗ്യാപ്പിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യണം. അതെത്രയാണോ വരുന്നത്, എനിക്കിവിടെ 7 ഇഞ്ചാണ് ബ്രസ്റ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഉള്ളത്. അപ്പം അതിൻ്റെ പകുതി 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേ 3.5 ഇഞ്ച് തന്നെ വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റെഡി ഷോൾഡർ ബാക്കി നമ്മൾ നെക്ക് വെട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡർ എത്രയാണോ ഉള്ളത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഈ ലൈൻ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഒരിക്കലും പോയിൻ്റ് വരാൻ പാടില്ല. പോയിൻ്റ് വരാതെ ഒന്ന് കർവ് ചെയ്ത് വേണം ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. ഇതായിരിക്കും നമ്മുടെ ഷോൾഡർ മുതൽ വേസ്റ്റ് വരെയുള്ള ടക്സ് എന്ന് പറയുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ ടക്സ് ജോയിൻറ്റ് വരുന്നത്, ഈ ഭാഗത്തായിരിക്കും. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് ഷോൾഡർ വേസ്റ്റ് ടക്സ് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരിക്കലും പോയിൻ്റ് വരരുത്. പോയിൻ്റ് വരാതെ കറക്റ്റ് ഒന്ന് കർവ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ നോർമൽ നെക്കിനുള്ള 1/2 ഇഞ്ച് സ്ലോപ്പാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. മൊത്തത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. 3 ഇഞ്ച് നെക്ക് വിട്ടാണ് ഞാൻ കൊടുത്തത്. സൈഡിൽ ഫോൾഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ തുണിയിൽ ഫോൾഡ് ചെയ്യുന്ന സെൻറ്റർ ഭാഗത്തായിരിക്കും ഇടുന്നത്. അതിനുശേഷം നടുഭാഗത്തായിരിക്കും ജോയിൻറ്റ് വരുന്നത്. ഇതുപയോഗിച്ച് എങ്ങനെയാണ് ഒരു പാനക്കട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നുള്ള വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.